ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നത്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ റെസിപ്പികൾ ഞാനിതാ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി മാത്രമേ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. ഞാനിത് പെരുന്നാൾക്ക് ഉണ്ടാക്കിനേനു ഈ പുഡിങ്. അപ്പോൾ കുറച്ചാൾ ആവശ്യപ്പെട്ടിനേനു. അപ്പോൾ ഞാനിതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടും കടലയാണ്. അപ്പോൾ ഞാൻ കടലക്കറി കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിന്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതിനു മുമ്പ് കടലക്കറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിനി, അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കാണ്ടുന്നത്. പിന്നെ പുട്ടിത ലാസ്റ്റ് ചുട്ട് കഴിയാനായിട്ടുണ്ട്. പിന്നെ മക്കളാരും എണീച്ചിട്ടൊന്നുമില്ല. അവരെണീക്കാൻ എന്തായാലും 10:30 മണിയാവും. ഇന്ന് ഫ്രൈഡേ അല്ല, അതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും എണീക്കാൻ ലേറ്റാവും. അങ്ങനെ എൻ്റെ പുട്ടുവിടലെല്ലാം കഴിഞ്ഞ് കുറച്ച് തേങ്ങ ബാക്കിയുണ്ടേനു. അത് ഞാൻ ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ച്. അതിനുശേഷം പിന്നെ ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മൾ വേഗം തന്നെ ഭക്ഷണം കഴിച്ചിന് കേട്ടോ. മക്കളെല്ലാം എണീപ്പിച്ച് വേഗം തന്നെ ഭക്ഷണം കഴിച്ച്. രാവിലത്തെ കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകലും അതുപോലെ തന്നെ കിച്ചണ് തുടച്ച് വൃത്തിയാക്കൽ അങ്ങനത്തെ പണികളെല്ലാം ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ചോറിൻ്റെ പണിയിലേക്ക് കിടന്നത്. ചോറ് ഞാൻ ഉണ്ടാക്കുന്നതിന് മുന്നേ പുഡിംഗ് ആണ് ഉണ്ടാക്കി വെച്ച്, എന്നിട്ടാണ് പിന്നെ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ കിച്ചണെല്ലാം ഒന്ന് മൊത്തം വൃത്തിയാക്കിയതിന് ശേഷം ഇതാ കുറച്ച് കടലക്കറി ബാക്കിയുണ്ടായിരുന്നു. ഞാൻ ഇതൊന്ന് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാൻ ലോട്ടസ് പുഡിംഗ് അല്ല ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ടോഫി തയ്യാറാക്കി എടുക്കണം. ടോഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ടിന്ന് കണ്ടൻസ് മിൽക്കാണ് എടുത്തത്, അതായത് മിൽക്ക് മെയ്ഡ്. പിന്നെ നമുക്ക് ഈ ഒരു ടിന്ന് മുഴുവനായിട്ടൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് 2.5 ടേബിൾ സ്പൂണേ വേണ്ടൂ. പക്ഷേ നമ്മൾ ടോഫി തയ്യാറാക്കുമ്പോൾ ഈ ഒരു ടിന്ന് മുഴുവനായിട്ട് തന്നെ എടുക്കണം കേട്ടോ. അതിന് ഇതിൻ്റെ പുറം ഭാഗത്തുള്ള പേപ്പറിൽ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു മിൽക്ക് മെയ്ഡ് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ടോഫി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് നമ്മൾ ഈ ഒരു ടിന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ ടിന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഞാനിപ്പോൾ കറക്റ്റ് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, തീ ചെറിയ തീയിൽ വെക്കാൻ ഒരു 20-25 മിനിറ്റ് വരെ നമുക്ക് ഇത് വീണ്ടും കുക്ക് ചെയ്തെടുക്കണം. തീ ഓഫാക്കാൻ പാടില്ല. അതുപോലെ ഇതിൻ്റെ വിസിൽ, അതായത് പ്രഷറൊന്നും പോക്കാൻ പാടില്ല. നമ്മൾ ചെറിയ തീയിൽ 20-25 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് വിസിൽ അടിയാനും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് 25 മിനിറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് നമ്മളിതിൻ്റെ മൂടി തുറന്നു നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ടോഫിയുടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ചൂടോടെ ഇത് ഓപ്പൺ ആക്കരുത്, അന്നേരം പിന്നെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നല്ലോണം തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ഈ ടിന്നിൻ്റെ മൂടി തുറക്കേണ്ടത്. പിന്നെ നിങ്ങൾ ടോഫി ഉണ്ടാക്കുമ്പോൾ തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം തണുക്കുമല്ലോ. പിന്നെ നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ടോഫി പെട്ടെന്ന് തന്നെ തയ്യാറാക്കണമെന്നില്ലല്ലോ. ഞാനങ്ങനെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചെന്ന്, എന്നിട്ടാണ് പിന്നെ ഞാൻ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. ഞാൻ പിന്നെ നല്ലോണം തണുത്തതിന് ശേഷമാണ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ. നമുക്ക് വേണ്ടത് ഇതാ ലോട്ടസ് ബിസ്ക്കറ്റാണ്. അപ്പം ഞാൻ ഈ ഒരു പാക്കറ്റിൽ 2 പാക്കറ്റ് ലോട്ടസ് ബിസ്ക്കറ്റാണ് എടുത്തത്. ഈ ചെറിയ പാക്കറ്റല്ല, ഈ ഒരു വലിയ പാക്കറ്റ് 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തത്. 2 പാക്കറ്റ് ഫുള്ളായിട്ടൊന്നും നമുക്ക് വേണ്ട. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് പാലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒഴിക്കുന്ന പാലിൽ കണക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എത്രയാണ് ബിസ്ക്കറ്റ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ പാലിലേക്ക് നമുക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏത് പുഡിംഗ് ട്രേയിലാണോ ബിസ്ക്കറ്റ് വെക്കുന്നത് അതനുസരിച്ചിട്ട് തന്നെ ബിസ്ക്കറ്റ് കൊടുക്കുക. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഓരോ ബിസ്ക്കറ്റും ഈ പാലിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 ലെയറായിട്ടാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ട്രേയിലേക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം, കുറച്ചൊന്ന് തണുക്കട്ടെ. ഇനി ബാക്കിയുള്ള പാല് കളയണ്ട, നമുക്കിത് രണ്ടാമത്തെ ലെയറിന് ആവശ്യം വരും. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു കേക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു വീഡിയോയിൽ കമൻറ്റിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചിനി നിങ്ങൾ ഏത് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യലെന്ന്. ഞാൻ ഈ ഒരു മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യൽ കേട്ടോ. നമുക്ക് ഇവിടെ കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്ന ഈ ഒരു മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണ്ട. നമ്മൾ കേക്കല്ലല്ലോ ഉണ്ടാക്കുന്നത്, പുഡിംഗ് അല്ല. അപ്പോൾ പുഡിങ്ങിനാകുമ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ അതുമല്ല ഞാൻ ഇപ്പോൾ ഇതിൽ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീമെല്ലാം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി അങ്ങ് ലൂസായിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ലൂസാക്കിയിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തത്. നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഞാനിതാ 2.5 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീം അത്യാവശ്യം നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ 2.5 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം എടുക്കുന്നതാണെങ്കിൽ അതനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എന്താ ചെയ്യുക, വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ ക്രീം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പകുതി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നേരെ പകുതി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഒരു പാത്രത്തിലുള്ള ക്രീമിലേക്ക് 2.5 ടേബിൾ സ്പൂണ് ന്യൂട്ടെല്ല ഇട്ട് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2.5 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിതിലിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അതിന് അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ടോഫി ഇല്ലേ, അതൊരു 3 ടേബിൾ സ്പൂണ് നമ്മൾ മാറ്റി വെച്ച വേറൊരു ക്രീമിലേക്കും ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതും അതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇതിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ മേലിലേക്ക് നമ്മൾ ടോഫി ക്രീമില്ല, അത് ആദ്യം തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു ക്രീം 2 ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിന് കേട്ടോ. അത് വയ്യ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മേലെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതാ രണ്ടാമത്തെ ലെയർ നേരത്തെ നമ്മൾ മാറ്റി വെച്ച പാലുണ്ടല്ലോ അതിലേക്ക് വീണ്ടും ഇതുപോലെ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ, അതായത് ഈ ബിസ്ക്കറ്റിൻ്റെ മേലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് വറുത്തതോ അല്ലെങ്കിൽ ബദാം ക്രഷ് ചെയ്തതോ പിസ്ത അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിനു, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പിന്നെ എൻ്റെ മാപ്പിളക്ക് ഇങ്ങനെ പുഡിങ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ലൈറ്റൊന്ന് കടിക്കണോ, അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് കടിക്കണോ, അതുകൊണ്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിനു, അതാണ് ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂട്ടെല്ല ക്രീമില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ക്രീമില്ല ടോഫി ക്രീം, അത് ഞാനിതാ കുറച്ച് മാറ്റി വെച്ചിട്ടെന്ന് പറഞ്ഞിട്ടില്ലേ, 2 ടേബിൾ സ്പൂണോളം, അത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൊള്ളി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു മൊഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. എന്തായാലും നല്ലോണം സെറ്റാകാൻ വേണ്ടിയിട്ടൊരു 6 അല്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. അങ്ങനെ പുഡിങ്ങെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ചോറിൻ്റെ പണിയിലേക്ക് കടന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീൻ ബിരിയാണിയാണ്. മീൻ ബിരിയാണീൻ്റെ വീഡിയോ അതിന് മുമ്പ് ഇട്ടിന്, അപ്പോൾ അത് കാണാത്തതുകൊണ്ട് കണ്ടു നോക്കാം. വീഡിയോ ഇട്ടുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ കൂടുതലായിട്ട് എടുക്കാണ്ടെന്ന് കേട്ടോ. അങ്ങനെ ഞാനിതാ ചോറെല്ലാം വേഗം തന്നെ ഉണ്ടാക്കി, എന്നിട്ട് ദമ്മിട്ട് വെച്ച് അതിന് ചട്ടണിയും സാലഡെല്ലാം ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതെല്ലാം വേഗം തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ വേഗം തന്നെ ചോറ് തിന്നിന്. പിന്നെ ഞാൻ ദമ്മിട്ട അവിടെ തന്നെ പൊളിക്കാൻ നിൽക്കൂലേ, കുറേ കഴിഞ്ഞിട്ട് ഞാൻ ചോറ് ദമ്മ് നല്ലോണം അതിന് ശേഷമാണ് പിന്നെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അങ്ങനെ ചോറ് തിന്നൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്ത് പോകാൻ പോകുന്ന സമയത്താണ് പുഡിങ് കഴിച്ചത്. അപ്പോൾ ഇതാ പുഡിങ് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് 6 അല്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും നിങ്ങൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ. എന്നാലാണ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രണ്ടാമത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പിന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. അങ്ങനെ പുഡിങ്ങെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് പോകാൻ വിചാരിച്ചത് ഐക്യല്ലേനു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 2 സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ അടുത്തേക്ക് നമ്മൾ പോയത്. പോകുന്ന പോക്കിന് പിന്നെ ഒരു ബോട്ട് കണ്ടിട്ട് അങ്ങനെ മക്കളെല്ലാം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം അത് നോക്കി നിന്ന്. പിന്നെ ഇത് ശരിക്കുള്ള ബോട്ടൊന്നല്ല തോന്നുന്നു. ഇത് എന്താ പറയുക, റിമോട്ട് വെച്ചിട്ടുള്ള ബോട്ടാന്ന് തോന്നുന്നു. റിമോട്ട് വെച്ചിട്ട് ഓടിക്കുന്ന. അപ്പോൾ ഒരാൾ കയ്യിൽ റിമോട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഇതിവിടെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഐക്യയിലേക്ക് തന്നെ പോയി. പിന്നെ അവിടുന്ന് കുറച്ച് സാധനമെല്ലാം വാങ്ങി സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടുന്ന് കുറച്ച് സാധനം വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് മുശ്ശേരി പാർക്കിൽ നിന്നാണ്. മുശ്ശേരി പാർക്കിൽ പോയിട്ട് അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. നമ്മൾ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഉച്ചക്കത്തെ ബിരിയാണി ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ചധികം ഉണ്ടാക്കിനി. അപ്പോൾ അതന്നെ മുശ്ശേരി പാർക്കിൽ പോയിട്ട് പിന്നെ പിള്ളേർ കുറച്ച് നേരം കഴിച്ചിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിൽ തന്നെ മടങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.